എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. നമുക്കിന്നൊരു സൂപ്പ് ഉണ്ടാക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇത് മുരിങ്ങക്കായ സൂപ്പാണ്. അപ്പോൾ മുരിങ്ങക്കായ കൊണ്ടാണ് ഈ സൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ഹെൽത്തിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പ്രായമുള്ള ആൾക്കാർക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ്. എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് മുരിങ്ങക്കായയാണ് വേണ്ടത്. അപ്പോൾ ഒരു 3-4 വലിയ സൈസ് മുരിങ്ങക്കായ കട്ട് ചെയ്തിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു കുക്കറിലേക്ക് ഇടുകയാണ്. എന്നിട്ട് വേണ്ടത് ഒരു 3-4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു പകുതി സവാള അരിഞ്ഞത്. ഇപ്പോൾ ഞാൻ വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി വേണമെങ്കിൽ അതും എടുക്കാൻ നല്ലതാണ്. പിന്നെ ഒരു പകുതി തക്കാളി അരിഞ്ഞതും കൂടി. അപ്പോൾ ഇതെല്ലാം അതിലേക്ക് ഇട്ടിട്ട് ഒരു ടീസ്പൂൺ ജീരകം കൂടി അതിലേക്ക് ചേർക്കുകയാണ്. ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ജീരകം, ഫുള്ളായിട്ടുള്ള ജീരകം ചേർത്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. അതായത് ഇത് മുങ്ങിക്കിടക്കാനുള്ള അളവ് അത്രയും വെള്ളം ഒഴിക്കുകയാണ്. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 2-3 വിസിൽ വരെ നമുക്കിത് വേവിക്കാം. 3 വിസിലും കൂടുതൽ പോണ്ട. ഇപ്പോൾ ഇത് 3 വിസിൽ വരെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഇനി നമുക്ക് തുറന്നിട്ട് നോക്കാം. അപ്പോൾ അത് മുരിങ്ങക്കായ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ആ മുരിങ്ങക്കായ മാത്രം നമുക്ക് തനിയെ എടുത്ത് മാറ്റണം. എന്നിട്ട് ആ തക്കാളിയും സവോളയും ഉള്ളത് അത് തനിയെ എടുത്ത് മാറ്റണം. പിന്നെ ആ മുരിങ്ങക്കായ വെന്ത ആ വെള്ളം അതും നമുക്ക് അരിച്ച് സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. ഇതൊന്നും കളയാനുള്ളതല്ല. ഇതെല്ലാം നമ്മൾ ആ സൂപ്പിലേക്ക് ചേർക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഈ തക്കാളിയും സവോളയും ഇതെല്ലാം നമുക്ക് അരിച്ചെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിപ്പോൾ മാറ്റി വയ്ക്കാം. അപ്പോൾ ആ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മുരിങ്ങക്കായ സെപ്പറേറ്റ് തനിയെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ആ ഒരു ഫ്ലഷ് മാത്രം നമുക്കൊന്ന് ചുരണ്ടി എടുക്കണം, ഇതുപോലെ. അപ്പോൾ അതേ മുരിങ്ങക്കായുടെ ഉള്ളിൽ നിന്ന് ആ ഫ്ലഷ് എല്ലാം നന്നായിട്ട് സ്കൂപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ തക്കാളി സവാളയൊക്കെ വെന്തത് നമ്മൾ മിക്സിയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ മുരിങ്ങക്കായുടെ ഫ്ലഷും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് എടുക്കണം. അപ്പോൾ ഇതുപോലത്തെ ഒരു പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അടിച്ചെടുക്കണം. ഇനി ആ മുരിങ്ങക്കായുടെ ആ വെള്ളം, വെന്ത വെള്ളം നമ്മൾ ഫിൽറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇത് ഈ അരച്ചതും കൂടിയും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഒരു 1.5-2 കപ്പോളം വെള്ളം ഒഴിച്ചാലും ധാരാളം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര അളവ് വേണ്ടിച്ചാൽ അതിനനുസരിച്ച് നോക്കിയിട്ട് വെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഉപ്പിൻ്റെ പാകം നോക്കിയിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടിയും കുറച്ച് ചേർക്കാം. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുക. സാധാരണ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള യൂസ് ചെയ്യുന്ന ഏത് ഓയിലായാലും ചേർക്കാം. എന്നിട്ട് ഈ ഒരു സൂപ്പിന് ഇനി നമ്മൾ എരിവിന് വേണ്ടി ചേർക്കാൻ പോകുന്നത് പെപ്പർ പൗഡറാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എരിവിനനുസരിച്ച് എത്ര ആവശ്യിച്ചാൽ അത്രയും കുരുമുളകിൻ്റെ പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി സൂപ്പ് ഒന്നും കൂടി ഒന്ന് ചൂടായി വരണം, ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ ഒരുവിധം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്. ഇതൊരു കറിവേപ്പില ചേർത്ത് ഒരു നാടൻ ടേസ്റ്റ് കിട്ടും സൂപ്പിന്. ഇപ്പോൾ കറിവേപ്പിൻ്റെ ഇല അല്ലെങ്കിൽ മല്ലിയിലയൊക്കെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ അതേ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുരിങ്ങക്കായ സൂപ്പ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.